ധീരസമീരെ യമുന തീരെ ആരുടെ വരികൾ? ജയദേവൻ. നുരയും പതയും എന്ന നോവൽ എഴുതിയത് തകഴി ശിവശങ്കരപിള്ള. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. പാരീസ് കമ്മ്യൂൺ നടന്ന വർഷം 1871. പുരട്ചി എന്ന പത്രം ആരംഭിച്ചത് ഇ.വി. രാമസ്വാമി നായിക്കർ. ബർദോളി സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1928 ഫെബ്രുവരി 12. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൈനോരിറ്റീസ് സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് എച്ച്.സി. മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാക സംബന്ധിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രിസണർ 5990 ആരുടെ ആത്മകഥയാണ്? ബാലകൃഷ്ണപിള്ള. ഫ്രാൻസിലെ നിയമനിർമ്മാണ സഭയുടെ ഉപരിസഭയുടെ പേര് സെനറ്റ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് വെല്ലസ്ലി പ്രഭു. ബ്രിട്ടനിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാല ഓക്സ്ഫേർഡ്. ബ്രഹ്മാനന്ദോദയം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. 1868 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും മുമ്പ് നിക്കോബാർ ദ്വീപുകൾ ആരാണ് ഭരിച്ചിരുന്നത്? ഡെൻമാർക്ക്. 1931 തളിപ്പറമ്പിൽ നടന്ന നമ്പൂതിരി യുവജന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് പാർവതി നെന്മേനി മംഗലം. 1943 സെപ്റ്റംബർ 10 IPC 121A വകുപ്പ് പ്രകാരം തൻ്റെ സഹപ്രവർത്തകനായിരുന്ന അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട INA നേതാവ് വക്കം അബ്ദുൽ ഖാദർ. 1949 കോപ്പൻഹേഗനിൽ നടന്ന ഇൻ്റർനാഷണൽ വിമൻസ് കോൺഫറൻസിൽ പങ്കെടുത്ത മലയാളി അമ്മു സ്വാമിനാഥൻ. 1968 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നയിച്ചത് കെ. കേളപ്പൻ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാര്? ഗവർണർ. അവകാശികൾ എന്ന നോവലിൻ്റെ പശ്ചാത്തലം ഏത് രാജ്യം? മലേഷ്യ. മന്നത്ത് പത്മനാഭൻ്റെ പിതാവിൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി. മണ്ടാരിൻ ഏത് രാജ്യത്തെ ഭാഷയാണ്? ചൈന. അമൃതവാണി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. അയഡിൻ ലായനി അന്നജവുമായി ചേർന്നാൽ ലഭിക്കുന്ന നിറം നീല. മറിയാമ്മ നാടകം രചിച്ചതാര്? കൊച്ചീപ്പൻ തരകൻ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചതാര്? അഴകത്ത് പത്മനാഭക്കുറുപ്പ്. അവർ കേക്ക് കഴിക്കട്ടെ എന്ന് പറഞ്ഞതാര്? മേരി ആൻ്റോണിറ്റ്. അങ്കിൾ ഹോ എന്നറിയപ്പെട്ടത് ഹോ ചിമിൻ. അക്ബർ ചക്രവർത്തിയുടെ റവന്യൂ മന്ത്രി തോഡർമാൾ. മഹാവീരൻ ഇകലോകവാസം വെടിഞ്ഞ സ്ഥലം പാവപുരി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി എവിടെയാണ്? ജംഷഡ്പൂർ. മാറുമറയ്ക്കൽ സമരം എന്നും അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹള. മാലക്കയറ്റ് ഏതിൻ്റെ അയിരാണ്? ചെമ്പ്. മാതൃഭൂമിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച സ്വതന്ത്രസമര പോരാളിയായ വനിത AV കുട്ടിമാളു അമ്മ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? എടക്കുനി. അമേരിക്കയുടെ ദേശീയ പക്ഷി ബാൾഡ് ഈഗിൾ. മദർ തെരേസ വനിതാ സർവകലാശാലയുടെ ആസ്ഥാനം കൊടൈക്കനാൽ. ആധുനിക ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് കൽക്കട്ട സർവകലാശാല. ആർട്ടിക്കിൾ 371(1) ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോവ. ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നത് വിഴിഞ്ഞം. ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ തലവൻ? ജവഹർലാൽ നെഹ്റു. ആരുടെ ആത്മകഥയാണ് കനലിരിയും കാലം? കൂത്താട്ടുകുളം മേരി. ആരുടെ സദസ്യനായിരുന്നു ചരകൻ? കനിഷ്കൻ. ആരുടെ സദസ്യനായിരുന്നു ദണ്ഡി? നരസിംഹവർമ്മൻ. ആരുടെ പ്രേരണയാലാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്? ഉപഗുപ്തൻ. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം ധവളപ്രകാശത്തിൻ്റെ വിസരണം സ്കേറ്ററിംഗ്. ആഗമാനന്ദ സ്വാമികൾ അന്തരിച്ച വർഷം 1961. ആഗമാനന്ദ സ്വാമികൾ ജനിച്ച സ്ഥലം ചവറ. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി. യുട്ടോപ്യയുടെ കർത്താവ് തോമസ് മൂർ. യുഗോസ്ലാവിയയുടെ രാഷ്ട്രപിതാവ് മാർഷൽ ടിറ്റോ. യൂറിയ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് വൂളർ. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ 72. ആദ്യമായി ഭാരതരത്ന ബഹുമതിക്ക് അർഹനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ മെർക്കുറി. ആദ്യമായി ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം USA. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ന്യൂഡൽഹി.
ആദ്യത്തെ JC ഡാനിയൽ അവാർഡിന് അർഹനായത് TE വാസുദേവൻ. ഇന്ദ്രാവതി നദി ഏതിൻ്റെ പോഷക നദിയാണ്? ഗോദാവരി. ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസർ എപ്പിക്. ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ അവസാനത്തെ ജ്വാലയാണ് 1857 കലാപമെന്ന് വിലയിരുത്തൽ നടത്തിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി നർമ്മദ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ നടി ജാനകി രാമചന്ദ്രൻ. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരം മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിളയുന്ന പഴവർഗ്ഗം മാമ്പഴം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം, സിൽക്ക്, ചന്ദനം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകം. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഹാജിയാർ, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് പെരുമ്പാവൂരിനടുത്ത് ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അംബാസിഡർ CB മുത്തമ്മ. ഇന്ത്യ ഗേറ്റിൻ്റെ പഴയ പേര് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. രാഷ്ട്രീയ ഏകതാ ദിവസ് ആരുടെ ജന്മദിനത്തിലാണ് ആചരിക്കുന്നത്? സർദാർ പട്ടേൽ. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. രാംനാഥ് ഗോയങ്ക അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തനം. ലക്കഡ്വാല കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യരേഖ. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി? രക്തക്കുഴലുകൾ. NSSൻ്റെ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ. എവിടുത്തെ ഭരണത്തലവൻ്റെ അംഗരക്ഷകരാണ് സ്വിസ് ഗാർഡ്സ്? വത്തിക്കാൻ. എവിടെയാണ് വിധാൻ സൗധം? ബാംഗ്ലൂർ. MS സ്വാമിനാഥൻ പ്രസിദ്ധി നേടിയ മണ്ഡലം കൃഷിശാസ്ത്രം. ഏറ്റവും നീളം കൂടിയ ഡെക്കാൻ നദി ഗോദാവരി. ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷി സ്വിഫ്റ്റ്. ഏറ്റവും പ്രാചീനമായ മതം ഹിന്ദുമതം. ഏറ്റവും ആയുസ്സുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും ആഴം കൂടിയ സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും ഈർപ്പരഹിതമായ വൻകര അന്റാർട്ടിക്ക. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന നിറം മഞ്ഞ. ഏറ്റവും കൂടുതൽ റോഡുകളുള്ള രാജ്യം ഇന്ത്യ. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഉപരാഷ്ട്രപതിയായത് KR നാരായണൻ. വില്യം ഹോക്കിൻസിനെ മുഗൾ രാജധാനിയിലേക്ക് അയച്ച ഇംഗ്ലീഷ് രാജാവ് ജെയിംസ് ഒന്നാമൻ. ഏറ്റവും കൂടുതൽ വോട്ടുകളോടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള രാജ്യം USA. ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഗ്രഹം യുറാനസ്.